അത് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ അപ്പ കൈയിട്ട് ഇളക്കി. ഞാൻ തോറ്റു. പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് വേണ്ട. ചേന ആവശ്യത്തിന്. എനിക്കറിയാം ആവശ്യത്തിന്. ചാർലി പടക്കപ്പൊട്ടിൽ കേട്ടാന്നോണ്ട് സൺഷെയ്ഡ് മിൽക്ക് ചാടിയിട്ട് നിന്ന് കരയുണ്ട്. തുന്തുരൊക്കെ വന്നോട്ടാ. നമ്മുടെ സ്വിമ്മിംഗ് പൂളിലാണ് എല്ലാവരും. ഇത് കുഴമ്പനവിലെന്ന് പറയട്ടെ. വിഭവങ്ങളധികം ആക്കിയിട്ടില്ല. എന്നെ സ്വന്നിയാലും വാരി കൊടുക്ക മാട്ടേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതയുടെ കയ്യിൽ കണ്ടമാനം അരിയാണ്. കണ്ട 7-8 നാഴി അരിയാണ് കഴുകണത്. അത് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ അപ്പ കൈയിട്ട് ഇളക്കി. ഞാൻ തോറ്റു. ഇതിങ്ങനെ വെച്ചിട്ട് പൈപ്പ് തുറക്കാന്നുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഇത് കഴുകിക്കൂടെ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൈയിട്ട് ഇളക്കാൻ വന്നു. ഇപ്പം എൻ്റെ ചേട്ടൻ ഒരു പാട്ട് പാടണ്ടായിരുന്നല്ലോ. ഞാൻ കുടിക്കണ കഞ്ഞിയിലെന്തിന് കയ്യിൽ കൈയിട്ടിളക്കണ കൊച്ചേട്ടരിപ്പ് ഈ കലത്തില് വേവൂല. ഇത്രയ്ക്ക് അരി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് ഞങ്ങൾ ഇടുന്നത് 2 നാഴി അരിയാണ് ഇടുക. 2 നാഴി അരി എന്ന് പറഞ്ഞാൽ ചെറിയ സാധാരണ നാഴി, ചെറുതൊന്നല്ല, സാധാരണ നാഴിയുടെ 2 നാഴി അരി. ഇന്ന് കൂടുതൽ നാഴി അരിയിട്ടുണ്ട്. അത് ഗംഭീരമായ ഒരു ഞാൻ പറഞ്ഞോളാം. നീ പറയ്. അതെ, നമ്മുടെ വീട്ടിൽ നിന്ന് വിരുന്നുകാർ വരുന്നുണ്ട്. വിരുന്നുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ബോംബെയിലുള്ള ആൻറ്റി. അപ്പയിൽ വന്ന് കൈയിട്ടു. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാ? വേണ്ട, ഞാൻ വെള്ളം എടുത്തിട്ട് അവിടെ വെച്ചിട്ട് കഴുകിക്കോളില്ലേ എന്ന് ചെന്നാ കഴുകി. അപ്പോൾ ആൻറ്റീൻ്റെ മോനുണ്ട് നിമൽ, പ്രിയ, പിള്ളേരൊക്കെ. അവരൊക്കെ പരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. ഇവിടെ മുന്നേ വന്നിട്ടൊക്കെ ഉണ്ട് അവര്. കഴിഞ്ഞ ഞങ്ങൾ ബോംബെയിലേക്ക് പോയി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. മുംബൈ അവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഇപ്പം നിമലും പ്രിയൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ അവർ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയായ കാരണം തുന്തുരുവിന് മുടക്കുക. അപ്പോൾ തുന്തുരും ചക്കരയും അമ്മയും അച്ഛനും അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. അച്ഛനൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കുറേ നാളായിരുന്നുകൊണ്ട്. അച്ഛനെ അന്ന് മറ്റേ സ്വിമ്മിംഗ് പൂളില് നമ്മുടെ അതിൽ വാൾട്ടടിച്ചില്ലേ, തലകുത്തി മറിഞ്ഞില്ലേ, അന്ന് വന്നതാ? അല്ലല്ല, അതിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ഒരു കൂടലല്ലാണ്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട്. അമ്മ ഇന്നാൾ കുറേ ദിവസം ഇവിടെ നിന്ന് പോയിട്ടാ. ആ ദിവസങ്ങളിൽ നമ്മളെടുത്ത വീഡിയോയിലൊന്നും അമ്മേനെ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പിന്നെയും കാലിൻ്റെ ജോയിൻറ്റിലൊരു വേദന വന്നിട്ടേ, ജോയിൻറ്റിലല്ല, ഇങ്ങനെ ഈ ആംഗിളില്ലേ അവിടെ അങ്ങനെ വേദന വന്നിട്ട് റെസ്റ്റ് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു അമ്മ. അപ്പം പിന്നെ റെസ്റ്റ് അമ്മ ഇവിടെ ഇരുന്നു. തീരെ നടക്കാണ്ട് ഇരിക്കണമെന്ന് പറയട്ടെ. അപ്പം അങ്ങനെ അമ്മ കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. നാൾ വീഡിയോയിൽ കാണിക്കുക പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് വേണ്ട. അവർക്ക് നോൺ വെജ് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ നോൺ വെജ് മാത്രം കഴിച്ച് വെറുത്തു. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രിയയ്ക്കും ആൻറ്റിക്കും ഒക്കെ മിക്കവാറും ദിവസങ്ങളിൽ വ്രതമാണ്. തിങ്കളാഴ്ച വ്രതമുണ്ട്, ചൊവ്വാഴ്ച വ്രതമുണ്ട്, ബുധനാഴ്ചയില്ല, വ്യാഴാഴ്ച വ്രതമുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ശനിയാഴ്ചയുണ്ട്, ഞായറില്ല എന്ന് തോന്നുന്നു. ബുധനും ഞായറും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓരോ വ്രതങ്ങളാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ തിങ്കളല്ലേ, അപ്പം ഇന്നും കഴിക്കില്ല. പിന്നെ അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കാരണം സാമ്പാർ, അവിയൽ, പയറുപ്പേരി, പപ്പടം, ഇത്രയും സാധനം മതി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ട്. അതും പറഞ്ഞത് എപ്പോഴാണ്? ഇന്നലെ വൈകുന്നേരമാണ് അവർ തീരുമാനിച്ചത്. അവർ ഇന്ന് സിൽവർ സ്റ്റോമിൽ പോകാനൊക്കെ വിചാരിച്ചിരിക്കരുത്. പിന്നെ അത് ക്യാൻസലാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് വിളിച്ചത്. അവർക്ക് ഇപ്പോഴെങ്കിൽ സ്കൂൾ പോട്ടില്ലേ? അപ്പോൾ അല്ലാച്ചെങ്കിൽ ഇന്നലെ മുന്നേ ഇന്നലെ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിക്കലൊക്കെ ഇന്നലെ ചെയ്തു വയ്ക്കായിരുന്നു. അപ്പം അത് പറ്റിയില്ല എന്ന് പറയാം. ഇന്നലെ പിന്നെ ഞായറാഴ്ചയിൽ നടന്നേ. അപ്പോൾ നമ്മളിവിടെ പുറത്താണ് അരിക്കിലെ വെള്ളം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എല്ലാവരും കൂടുമ്പോൾ എടുക്കണ കാലാണ് കേട്ടത്. വെള്ളം കാഞ്ഞു തുടങ്ങി. അപ്പം അരി ഇടുന്നു. അരിക്ക് പ്രശ്നമില്ലല്ലോ, അരിയുടെ അടുത്ത് എപ്പോഴും നിൽക്കണ്ടല്ലോ. നിനക്ക് പാചകം ചെയ്യാൻ തണലത്ത് വെക്കാം. അവിടെ നമ്മുടെ കൂടാരത്തില് ഇവിടെ ഒക്കെ കുമ്പളങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം വാങ്ങിച്ചു. കുമ്പളങ്ങ പിന്നെ അവിടെ പോയി പൊട്ടിച്ചു. ഒക്കെ ഇവിടെ നിന്ന് അരിയാൻ പോവാ ഞങ്ങൾ കേട്ടാ. ഇതിവിടെ നിന്ന് തിളച്ച് വെന്തോളേ. അപ്പോൾ ഞാൻ ഇവിടെ അരിയുമ്പോഴേക്കും സരിതര അമ്മ അതിപ്പെത്തും. അപ്പോൾ അവിടേക്ക് മാഷൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പാചകം ചെയ്യാലോ. അപ്പം ഹെൽപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞു. നോൺ വെജ് ആണെങ്കിലേ നമുക്ക് വെക്കാം സുഖ. പച്ചക്കറി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ വേണം വെക്കണമെങ്കിൽ. ഇത്തിരി അധികം നമ്മൾ കുറച്ച് വെക്കണ പോലല്ലോ.
അധികം വെക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. അപ്പം അമ്മ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചിലപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വരും. അപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ്ങടെ വെക്കാം. ഞാൻ നല്ല 2 കോഴീനെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ. കോഴി വാങ്ങിച്ചിട്ട് ചില്ലി കെട്ടായിട്ട് വെറുതെ കൊറിക്കാനായിട്ടേ അച്ഛൻ കുപ്പി അടിക്കില്ലോ. കുപ്പി വാങ്ങിച്ചിട്ടുണ്ടോ ഇനി ചേട്ടൻ? അവർ കുപ്പിയും കൊണ്ടായിട്ടാൻ വരാവേ. അപ്പം ഈ സാമ്പാറും തൈരും മോരും പറ്റിയില്ലോ വെച്ചിട്ടുണ്ട്. ഞാൻ അരിഞ്ഞോടെ തരുത്. പപ്പടം വാങ്ങിച്ചിട്ടില്ലേ അല്ലേ? പപ്പടം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചോണ്ടാ. അപ്പോൾ ഇവിടെ ഫാൻ ഇട്ടിട്ട് നമുക്ക് ഇരിക്കാം. അടിച്ച് തുടച്ചിട്ടു. നമ്മുടെ കാരണന്മാരെ 2 പേരെ മോളിക്കേക്ക് ചാർലിനും ഇമ്രാനും മോളിക്കാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ തുണിയോട് തോരയിടുമ്പോൾ 2ഉം കൂടി കയറി വന്നാൽ ഞാൻ തുണിയോട് തോരയിടുമ്പോൾ അവിടേക്ക് കയറ ഡോർ തുറക്കുന്ന സൗണ്ട് 2 പേരും പാഞ്ഞു വരും. എന്നിട്ട് എൻ്റെ കൂടെ മോളി വരും. ഞാൻ തുണിയോട് തോരട്ട് ഇറങ്ങണോടുകൂടി അടിയിലേക്ക് പോരും. ഇന്നിപ്പോൾ അങ്ങനെ പോരുമ്പോൾ ഞാൻ അവരെ അവിടേക്ക് തന്നെ ആക്കിയിട്ട് കുറ്റിട്ടു. പിന്നെ പിള്ളേർക്കൊക്കെ പേടിയാവേ ഇവരിങ്ങനെ നടന്നു കഴിഞ്ഞാൽ. അപ്പോൾ സരിതിക്ക് ഈ പച്ചക്കറികൾ നന്നാക്കാൻ പേടിയുള്ളൊരു സാധനമാണ് ചേന. അപ്പോൾ ഇവൾക്ക് ചേനേനെ ഞാൻ ഈ പീസുകളാക്കി കൊടുക്കണം. അത് ചേനേനെ ഞാൻ അവിടെ നിന്നിട്ട് പീസാക്കി. അല്ലയോ പാത്രങ്ങൾ എടുത്തിട്ടില്ലേ? അടുത്തോണ്ടിരാം നീ ബാക്കി. ഞാൻ ഡവറങ്ങൾ എടുക്കട്ടെ. ചേനേനെ ഞാൻ എന്താ അത് മുന്നിട്ടാക്കാം. ഇടി വെട്ടിയപ്പന്നെ വെറും തോന്നൽ മാത്രം. നമുക്ക് ഭയങ്കര രസമാണ് അവിടെയൊക്കെ. മഴ പെയ്താലും കുഴപ്പമില്ല പാചകം ചെയ്യാനായിട്ട് ഇവിടെയൊക്കെ അടുക്കള. ഇന്ന് കറണ്ട് കട്ടാ. ചേന എന്തോരം വേണം സരിതാ? ചേന ആവശ്യത്തിന്. അത് പിന്നെ എനിക്കറിയാം ആവശ്യത്തിന് തന്നെയാണ്. സാധാരണ ഇപ്പുറത്തെ ചേന ചൊറിച്ചിലുണ്ടാവില്ല. എന്നാലും വെയിലായി. കാലത്ത് മഴയായിരുന്നു. ഷൂട്ട് ചെയ്യണ്ട പോരാട്ടെ. ഞാൻ ഡവറകൾ എടുത്തിട്ടുണ്ട്. ഇപ്പം വരാം. എന്തോരം അരിയണമെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു രൂപമില്ല. 2 കായ എടുക്കാം അല്ലേ? 2 കായ എടുക്കാം. ചേട്ടനെ പപ്പടം വാങ്ങിക്കാനായിട്ട് പോയി. പപ്പടം വാങ്ങിക്കാൻ മറന്നു നേരത്തെ പോയപ്പോൾ. ഇപ്പോഴാണ് പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി മഴക്കാരായി. അവിടെ നിന്ന് നല്ല കാര് പൊന്തുണ്ട്. അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യും. അപ്പോഴത്തേക്കും വേഗം പപ്പടം വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അല്ല ചേട്ടൻ്റെ അവിടെ നിന്ന് കാലത്ത് പൊട്ടിച്ചോണം എന്താ ഈ കുമ്പളങ്ങ. ഇത് കഴുകി കൊണ്ടുവരാട്ടാ. കഴുകിയിട്ട് നുറുക്കാം. അതെ മന്ത്രിസഭയുടെ മറ്റേ സത്യപ്രതിജ്ഞ നടക്കണതിൻ്റെ ഞാൻ തോന്നുന്നുണ്ട്. പടക്കം പൊട്ടിയോടുന്നൂടെ അടുത്തൊക്കെ. അപ്പോൾ ചാർലി പേടിച്ചിട്ട് എന്തായാലും അവറ്റുള്ള സാധാരണ വരെ പൂട്ടിയിടുക ചെയ്യാറ്. എന്തുകൊണ്ടാണ് മുകളിലേക്കൊക്കെ വെച്ചെങ്കിൽ ഇപ്പോൾ പൂട്ടിയിടാൻ പുറത്ത് എല്ലായിടത്തും വെള്ളം. പിന്നെ മഴയല്ലേ. അപ്പോൾ ഈ ചെളിയിൽ ഇവർ വെള്ളത്തിൽ പൂട്ടിയിട്ടുണ്ടല്ലോ വെച്ചിട്ട് മുകളിലേക്ക് എന്തായാലും ഇനി ഇവർക്കൊരു കൂട് പണിയാണ്ട് പറ്റില്ല എന്ന് തോന്നണേ. ആണ് മുകളിലേക്ക് ആക്കിയത്. അപ്പോൾ ചാർലി പടക്കം പൊട്ടിൽ കേട്ടാൻ തോന്നുന്നത് സൺഷെയ്ഡ് മിൽക്ക് ചാടിയിട്ട് നിന്ന് കരയുണ്ട്. പപ്പടം വാങ്ങിക്കാൻ പോയി. ഇത് അരി നമ്മുടെ തിളച്ച് കുറച്ച് സമയമായിട്ട് നിൽക്കുക. പിന്നെ മോളിൽ വെള്ളം വെച്ചാലോ? വെക്കണം എന്നുണ്ടല്ലോ ചേട്ടാ. പോയിട്ട് ഡവർ വേണോ? ഡവർ വേണം. ഞാനിവിടെ വന്നിരിക്കണം കേട്ടോ. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. എന്തുട്ടാ? പയർ നന്നാക്കല്. പയർ ഞാൻ നന്നാക്കാം. പക്ഷേ നേരത്തെ അല്ലാന്ന് ഏൽപ്പിച്ചത് ദൗത്യം ഞാൻ വെറുതെ പറഞ്ഞ. ചേട്ടനെ ഏൽപ്പിച്ചത് അത് മാത്രമേ ഉള്ളൂ. ചേന ഇനി നാളെ പോഷിരിക്കാരനാ. അതൊക്കെ ഇപ്പൊ ചെയ്യായിരുന്നു. അല്ല ഇത് പയറാന്നൊക്കെ വലിയ സംഭവമൊന്നുമല്ല. സാധാരണ ഇങ്ങനെ വീട്ടില് പണ്ടൊക്കെ അമ്മമാര് നമ്മുടെ വീട്ടിൽ പയർ അത്രയ്ക്കധികം നടും. പയർ എന്ന് പറഞ്ഞാൽ പയറും തടങ്ങളല്ലേ നിറച്ചായിരിക്കും. ചാക്കണക്കിനെ പയർ കിട്ടാ. എന്നിട്ട് അതൊക്കെ ഇരുന്ന് ഇങ്ങനെ നന്നാക്കും. ഈ അയലൊക്കത്തെ അമ്മമാരൊക്കെ കൂടി അമ്മമാരൊപ്പം ഇരുന്ന് വട്ടം കൂടി ഇരുന്നിട്ട് നന്നാക്കി തരും. എല്ലാവരും പെട്ടെന്ന് നന്നാക്കി കഴിയും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടായി. അതായത് തുന്തുരൊക്കെ വന്നു കേട്ടാ. തുന്തുര് അവരൊക്കെ വന്നു. എല്ലാവരും പരിചയപ്പെടുത്തി സരിതേ. പട്ടികളെ മോളിലാക്കിയാണ്. താഴത്തെ മഴ പെയ്തകാരുടെ പൂട്ടിടാൻ പറ്റില്ല. നനഞ്ഞ കെടുക്കല്ലേ എല്ലാവിടെയും. പരിചയപ്പെടുത്താൻ ഇവിടെ നിന്ന് നിമൽ പ്രിയ.
അവരുടെ മക്കളും അമ്മു ദേ വരത് വേദു വേദു നടക്കല്ലേ ആ ഇത് പിന്നെ ദേ ഇത് ചക്കര ആയി ദിവലത്തെ ഡ്രസ് ഇട്ടിട്ടാണല്ലോ വന്നേക്കണേ തുന്തിരു ഇത്രയും പേര് ദേ വന്നു കേട്ടോ അവര് വന്നു വായോ കൂട്ടാൻ വെക്കാൻ പോവാ ആകെ തീറാം അച്ഛനും മാമനും വരാണ്ട് നമ്മൾ കുളിക്കാൻ പോവാണോ വെള്ളത്തിൽ ചാടാൻ പോവാ നമ്മൾ ഇത്രയ്ക്കധികം കഷ്ണങ്ങളൊക്കെ നുറുക്കി നിമ്പല് പറയുന്നത് എന്താ പച്ചക്കറിന്ന് സാമ്പാർ കൂട്ടാനും അവിയലും കഴിച്ച് വെറുത്തും മടുത്തിട്ടാന്ന് വന്നേക്കണേ അജു ചേട്ടന്റെ പോർക്ക് കറി കഴിക്കാൻ സ്വപ്നം കണ്ടു വന്നതാന്നവൻ അതവര് പറയണ്ടേ ഇവര് പറഞ്ഞ എല്ലാ ദിവസവും ഇവർക്ക് നോയമ്പാണെന്ന് സരിത പറഞ്ഞ കേട്ടില്ല നിറയെ നോയമ്പാന്ന് പിന്നെ പച്ചക്കറി എന്നോട് അമ്മ ഇന്നലെ വൈകുന്നേരം വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞേ ഒറ്റ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇനി കുഴപ്പമില്ല ഇനിയിപ്പോ ഇറച്ചിന്ന് ഇപ്പൊ കിട്ടില്ലേ ഇനി കോഴി മാത്രം കിട്ടും കോഴി പിന്നെ ഞാൻ വാങ്ങിച്ചോണമെന്നില്ല കാലത്ത് നേരത്തെ പോണേ ഇപ്പൊ ഓർക്കിറച്ചി കിട്ടണമെങ്കിൽ കോഴി വാങ്ങിച്ചോണ്ട് ഇഷ്ടം പോലെ കോഴീനെ പിന്നെ വേണേ കൊല്ലാം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ നാടൻ കോഴി നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ വീട്ടിൽ വളർത്തണ കോഴി വീട്ടിൽ വളർത്തണ കോഴിക്ക് മറ്റേ പോർക്കിനേക്കാൾ ടേസ്റ്റാ നെയ്യ് നല്ല കൂടുതലാ നല്ല നെയ്യാ ബ്രോയിലറിന്റെ ടേസ്റ്റ് അല്ല അതന്നെ ഇവിടെ വന്നപ്പോ തുടങ്ങിയ അലമ്പാ സ്വിമ്മിംഗ് പൂളിൽ ചാടണം എന്ന് പറഞ്ഞിട്ട് ഭാഗ്യം അത് പൂട്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരൊക്കെ നമ്മൾ കാണാണ്ട് പോയി ചാടും പിള്ളേര് ഇവിടെ ഭയങ്കരമായി മാറ്റങ്ങൾ വരുത്തി മഴ ഏത് നിമിഷം പെയ്യുന്നതുകൊണ്ടേ എവിടെ എന്ത് ഭയങ്കര മാറ്റം അല്ല നമ്മൾ ഇവിടേക്ക് പാചകം വെച്ചു എന്ന് പറയുന്നത് അപ്പൊ അവിയിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി എനിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ പച്ചമുളക് വേപ്പില ഒക്കെ ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു ഉണക്കി തീ കത്തണത് കാണാല്ലേ അതാരും അറിയില്ല ഇത് പിന്നെ അടുക്കളയിൽ പരിപ്പും കുമ്പളങ്ങിയൊക്കെ കായൊക്കെ ഇട്ട് വേവിച്ചിട്ടുണ്ട് ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് സാമ്പാർ പൊടി ഇട്ട് മിക്സ് ആക്കിയ സാമ്പാറായി പിന്നെ വേറെ പണി ചെയ്യുന്നുണ്ട് ചിക്കൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ചിക്കനില് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എന്തുട്ടാ കോൺഫ്ലവർ അരിപ്പൊടി കോഴിമുട്ട ചേർത്തില്ലേ ചേർത്തിട്ടില്ലേ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് ചേർത്തില്ല ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് പരട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മാംഗോ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ അതുകൊണ്ട് ജ്യൂസ് അടിച്ചു എന്നിട്ട് അത് അമ്മ ഇത് എനിക്കാക്കി വെച്ചാണല്ലേ ഗ്ലാസ്സില് ആ എന്നാ ചേട്ടൻ വേണം നീ കുടിക്ക് നമ്മുടെ അവിലിൻ്റെതൊക്കെ വെന്തുട്ടാ ഇതിൽ ഇത്തിരി വെള്ളമുണ്ട് അതൊന്ന് പറ്റിക്കണം അപ്പോൾ സരിത അവിടെ മറ്റേ ഈ തൈരും നാളികേരം ജീരകമൊക്കെ ഇല്ലേ അതൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരും അതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം സെറ്റായി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ പറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ അത് വറക്കാൻ പോകണമെങ്കിൽ അവരൊക്കെ മീൻ കുളത്തിലാണ് അല്ല നമ്മുടെ സ്വിമ്മിങ് പൂളിലാണ് എല്ലാവരും കുളിക്കിയ പിള്ളേരുകളൊക്കെ അപ്പോൾ പൂളിലത് ഇവർ ആർമാദിക്കണം കേട്ടാ സുന്ദരോ നിമ്മല് ജഗ്ഗു ഇത് സൂപ്പറായി നോക്കിയാ ഉടഞ്ഞു ഭയങ്കരമായിട്ട് ഞങ്ങളതിനെ കുറച്ച് സമയം സ്വിമ്മിംഗ് പൂളിന്റെ അവിടേക്ക് പോയി എല്ലാവരും വെള്ളത്തിൽ ചാടിയിട്ടുണ്ടേ തൈര് നാളികേരം ജീരകം പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ചേർത്തത് നമ്മൾ അരച്ച് ഒരു മിനിറ്റ് നാളികേരം കൂടിയാ നല്ല ഭംഗിയുണ്ട് കാണാൻ നാളികേരം കൂടിയാ കഷ്ണം ഇത്ര ഉണ്ടായിരുന്നല്ലോ വെന്തപ്പോ കഷ്ണം കുറഞ്ഞു എന്തായാലും കുഴമ്പ് വരുവായിട്ടുണ്ട് അവിയില് എനിക്കിഷ്ടം ഇതാ ചോറിനായിട്ട് കൂട്ടാൻ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ലതാ ഇത് കുഴമ്പൻ അവിലെന്ന് പറയട്ടെ ഇങ്ങനെയായി ഇത് പിന്നെ ഇതിങ്ങനെ ഇതാണ് നല്ലത് പറയാം അവിടെ ശരിയല്ല ഇതിൽ ഉപ്പ് കൂടിയുണ്ട് വരും ഉപ്പ് കറക്റ്റുള്ള കുറവായിരുന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു ഇളക്ക് ഇത്തിരി ഉപ്പ് ഇടണം കേട്ടാ ഉപ്പ് ഇത്തിരി കുറവായിരുന്നു കഴിഞ്ഞ പരിപാടി ഒരു സ്വല്പം നേരം കേട്ടാ അടിപൊളിയാവില്ല അതിൻ്റെ ചോറ് കൂട്ടി തിന്നാൻ പറ്റിയതാണ് അതിൻ്റെ കേട്ടാ നമ്മുടെ ഇത് ഒരു തളവം തുടങ്ങിയിട്ട് ചെറുതായിട്ടൊരു തളവം തുടങ്ങി ചെറിയൊരു തളവം തുടങ്ങി അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് തീ ഓഫ് ചെയ്തിട്ട്
വേപ്പില വേപ്പിലൊന്ന് വെറുതെ ഇടും. ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് മൂടി വെച്ചു. സാധനം ഇറക്കി. ഇതാണ് നമ്മുടെ അവിൽ. ഇനി നമുക്ക് ചിക്കൻ വറക്കാട്ടാ. നമ്മുടെ ചിക്കൻ്റെ ഇങ്ങനെയാണ് ആക്കി വെച്ചോളൂ കേട്ടോ. അടിപൊളിയായിട്ടാണ് ആക്കി വെച്ചോളൂ. നന്നായി ഇത് പിടിച്ചിട്ടുണ്ട്. നമ്മളിത് വെറുതെ സിമ്പിളായിട്ട് വറുത്ത് പോരുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. മറ്റേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോകുന്നത്. ഇതിലാകുമ്പോൾ അങ്ങനെ നിൽക്കും. ചെറിയ പീസുകളായിട്ടാണ് ചിക്കട്ടാ. അതെ ആയി വരുന്നുള്ളൂ. വെളിച്ചെണ്ണ ആയിട്ടില്ല, അല്ല ഓയിലായിട്ടില്ല. ഇതിപ്പിയാവും. എന്നിട്ടിടാം. നമ്മളിടുന്നു. ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണത്. കുറച്ച് സമയം തൊടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കിടാം. ഒന്ന് പതുക്കെന്ന് മറിച്ചിടാം. നമുക്ക് കോട്ടിങ്ങൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട്. ഇതിൽ തീയിനി ഇത്തിരി കുറയ്ക്കാം. ഭയങ്കര ഉഷ്ണം. ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുക. കാണാൻ നല്ല ഭംഗിയായിട്ടാണ്. കണ്ട നല്ല ഗ്ലാമറുണ്ട് കാണാൻ. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ആദ്യം ഞാൻ ഓരോന്നായിട്ട് ഇട്ടോടുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന്നൊരു പീസ് എടുത്ത് കേട്ടോ. അതിന് ടേസ്റ്റ് ഞാനെല്ലാം ഉപ്പിട്ടതേ. സരിതിയാണ് ഇതിൻ്റെ ഉപ്പൊക്കെ ഇട്ടത്. അപ്പം ഇനി നോക്കട്ടെ. നല്ല രസമുണ്ട്. അപ്പോൾ അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഉച്ചയ്ക്കുള്ള ചോറിനുള്ള സമയമായി. നമ്മൾ വിഭവങ്ങളധികം ആക്കിയിട്ടില്ല. നമ്മുടെ ചോറാണിത്. ഇത് നമ്മളിപ്പം വറുത്ത് കോരിയ ചിക്കൻ. ഇത് സാമ്പാർ. ഇത് നമ്മുടെ കുഴമ്പ് ടൈപ്പുള്ള അവിൽ കൂട്ടാൻ. ഇത് നമ്മുടെ പയറുപ്പേരി. ഇത് പപ്പടം. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ കുളിച്ച് പ്രിയവരൊക്കെ കുളിച്ച് ഇറങ്ങി. മറ്റേ ചക്കര ഇനി ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും കൂടിയിട്ട് വട്ടം കൂടി ഇങ്ങോട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മളെല്ലാവർക്കും വട്ടം കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. പക്ഷേ എല്ലാവരും പറഞ്ഞിട്ട് ഈ ആവശ്യമുള്ള എടുത്തിട്ടുണ്ട്. എല്ലാവരും പ്ലേറ്റിലാണ്ട് ഇരുന്നിട്ട് വട്ടം കൂടി ഇരുന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോറ് എടുത്തോളൂ. വിളമ്പി തരണേ. വെള്ളം മാത്രം എടുത്തിട്ടില്ല. കുട്ടികൾക്ക് കൊടുക്കൂ. ഇവർക്ക് വിളമ്പി കൊടുക്കും. പ്രിയ അവർക്ക് വിളമ്പി കൊടുത്തേ. ചിക്കന് അൽഫാമിന്റെ മണം. ഇതിനാ ഞാൻ അവിടെ നിന്ന് കയറി വരുമ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അൽഫാം ഉണ്ടാക്കണ്ട, അൽഫാമിന്റെ മണം. ഗ്രില്ലി ആയിരുന്നു വേണമെങ്കിൽ. ഇവര് പോർക്ക് പച്ചക്കറിയെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് മുന്നേ ചെയ്താനെ. ഉദാഹരണത്തി മേനെ இல்ல நான் சொன்னேன் நான் வாரி குடுக்கட்டான்னு. அப்ப அவன் சொல்றா நான் சொல்ல என்ன சொன்னியாலும் வாரி கொடுக்க மாட்டே. நான் சொன்னா மதின்னு சொல்றேன். നമ്മുടെ ഇത് അടിപൊളിയായിട്ട് സാധനം. ഇതാ കലക്കനയില്ലേ ഇല്ല ഇരിക്കാനായിട്ട്. സാമ്പാർ എങ്ങനെ അച്ചാ ഹേ? സരിത കുളിക്കാൻ പോയൊക്കെ ആയിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു. പ്രിയാണെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. എത്രയാ? പ്രിയക്ക് ഇന്ന് ഉപവാസമാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. 6:01 6:01 കഴിക്കുന്നു.
ഞാൻ ഇപ്പം ഇത്തിരി ചോറ് ഉണ്ട് മുന്നേ. കാലത്തൊന്നും കഴിച്ചു നടന്നില്ല. പ്ലേറ്റ് എവിടെയാ? അല്ല, കാലത്ത് കഴിച്ചു നടന്നില്ല. ഞാൻ വില കൂട്ടാനായില്ലേ ആ സമയത്ത്. ചേട്ടൻ ചോറുണ്ടു. ചോറുണ്ടു, അവർ കൂട്ടാൻ കൂട്ടി ചോറുണ്ടു. ഇപ്പം ഈ ചിക്കടുത്ത് കഴിക്കണം. എന്തൊരു നിശബ്ദത. എല്ലാവരും വയ്യണ്ടായില്ലേ? बोलते हो कि ये डाल वो डाल बोला ചിക്കൻ ബഹുത്ത് അധികം ഹേ तो ज्यादा है വറക്കാനുണ്ട്. हाँ അടുത്ത് പിടിക്ക് വയ്ക്കേ, അതെടുത്ത് വയ്ക്കേ. ഇനി വറക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അവരാരും കഴിച്ചിട്ടില്ലേ? എല്ലാവരും എടുത്ത് കഴിക്കേ. അതൊക്കെ അല്ലെങ്കിൽ ഇവിടെ ബാക്കി വരില്ല ഈ സാധനം. ചോറ്